സമസ്തയിലെ പ്രശ്നങ്ങൾ. നമ്മുടെ വിഷയം ജാമിയ തന്നെയാണ്. ജാമിയയിൽ നിന്ന് സമസ്തയുടെ മുഷാവറ മെമ്പറായിട്ടുള്ള ഒരു ഉസ്താദിനെ മാറ്റി പുതിയ ആളെ നിയമിച്ചു. ഇതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ, അതിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം പ്രതിഷേധിക്കേണ്ടത് ആരാണ്? ആ മുഷാവറ മെമ്പറായിട്ടുള്ള ആ ഉസ്താദിന്, ബഹുമാനപ്പെട്ട ഉസ്താദിന് മുഷാവറയിൽ ഈ വിഷയം പറയാമല്ലോ. മാത്രവുമല്ല, സമസ്തയുടെ പ്രസിഡന്റും മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള മറ്റു പ്രമുഖരായ 11ഓളം മുഷാവറ മെമ്പർമാരടങ്ങുന്ന ജാമിയയുടെ കമ്മിറ്റി ജാമിയയിലെ ഒരു അധ്യാപകനെ മാറ്റാൻ തീരുമാനമെടുക്കുമ്പോൾ സമസ്തയുടെ പ്രസിഡന്റിനില്ലാത്ത, ജനറൽ സെക്രട്ടറിക്കില്ലാത്ത, മാറ്റപ്പെട്ട ഉസ്താദിനില്ലാത്ത എന്ത് പ്രതിഷേധമാണ് തെരുവുകളിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്? ഇതിൻ്റെ ന്യായം എന്താണ്? ഈ മേൽപ്പറയപ്പെട്ട വലിയ ബഹുമാന്യരായ നേതാക്കന്മാർക്ക് മനസ്സിലാകാത്ത എന്തന്യായമാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതോ ജിഫ്രി തങ്ങളെക്കാളും ആലിക്കുട്ടി ഉസ്താദിനേക്കാളും തുടങ്ങി സമസ്തയുടെ 11ഓളം മുഷാവറ മെമ്പർമാരെക്കാളും വലിയ സുന്നത്ത് ജമാഅത്തും സംഘടനയുമൊക്കെയാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അത് സമസ്തയല്ല, നിങ്ങൾക്ക് എവിടെയോ പിഴച്ചു പോയിട്ടുണ്ട്. പ്രതിഷേധമുണ്ടെങ്കിൽ പറയേണ്ടവരും തിരുത്തേണ്ടവരും അവിടെ തന്നെ ഉണ്ടെന്നിരിക്കെ അവർക്ക് ബോധ്യപ്പെടാത്തൊരു പ്രതിഷേധം തെരുവുകളിൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് വിഭാഗീയതയാണ്, വിധ്വംസക പ്രവർത്തനമാണ്. ഈ സംവിധാനത്തെ, സമസ്തയെയും ജാമിയയെയും പൊളിച്ചു കളയാനുള്ള ഗൂഢാലോചനയാണ്, അല്ലാതെ മറ്റെന്താണ്? തുടരും.